അൻപതിൽ 49 മാർക്കോ? അനക്കോ? തന്റെ പേരെന്നെയാണല്ലോ. അല്ലടി, ഈ 4 മാർക്ക് ആരിട്ടതാ? അമ്മയ്ക്ക് ഇന്ന് തീരെ വിശ്വാസം ഇല്ലല്ലേ? അമ്മ എന്താ പ്രതിപക്ഷ നേതാവോ? അതിന് നീ കള്ളത്തരല്ലാതെ എന്തെങ്കിലും സത്യം പറയാറുണ്ടടി? പേപ്പർ നോക്കട്ടെ, ബാക്കി ഞാൻ അപ്പം പറഞ്ഞുതരാം. മലയാള ഭാഷയുടെ പിതാവ് എന്ന ചോദ്യത്തിന് നീ എന്തടി എഴുതി വെച്ചേ? വേലുത്തമ്പി തവളയോ? തവളല്ലടി, നീർക്കോലി. വടി ഇവിടെ എങ്ങനെ വെച്ചിരുന്നു? ഫോണിൽ കളിച്ചോ? ഞാൻ ഒന്നും കൂടി നോക്കട്ടെ. പരീക്ഷ കഴിഞ്ഞിട്ട് എന്ത് നോക്കാൻ? പിതാവിന്റെ DNA ടെസ്റ്റോ? അമ്മ തന്നെ പറഞ്ഞോട്, ഞാൻ ഒഴിഞ്ഞു. നീ അങ്ങനെ ഒഴിയണ്ട. ഏത് നേരം ഫോണിൽ നോക്കിയിരുന്നാ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോടി? എനിക്ക് പഠിക്കണ്ട അമ്മ. പഠിക്കാതെ പിന്നെ? ഞാനിത് രാഷ്ട്രീയ പാർട്ടി ചേർന്നാളാ. ഇവർ നല്ല കക്കപ്പാടെടുത്ത് കക്കാൻ പോണതാ. പറ, ആരാ പിതാവ്? അത് അനിലേട്ടനല്ലേ? അത് നിന്റെ പിതാവ്. ഞാൻ ചോദിച്ചത് മലയാള ഭാഷയുടെ പിതാവ് ആരാന്നാ. എനിക്ക് അറിയാത്തോണ്ടല്ലേ അമ്മ. എന്ന പേപ്പർ എടുത്ത് എഴുത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 25 പ്രാവശ്യം എഴുതണേ. ഇതെന്ത് പേരാ അമ്മ? കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള പേരൊക്കെ വേണ്ടേ? നിവിൻ പോളി, ദുൽഖർ സൽമാൻ, വിജയ്, ഇങ്ങനത്തെ എന്തൊക്കെ നല്ല പേരുണ്ട്. പിന്നെ അതാണ് എഴുതാനും നല്ല സുഖ. ആടി, അനക്കായിട്ട് ഇനി പുതിയ പേരൊക്കെ ഉണ്ടാക്കി തരാം. അടുത്ത ചോദ്യം, കടൽപ്പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? കണ്ണില്ല, മൂക്കില്ല, കാത് രണ്ടും കേൾക്കും. ഇത് എന്തടി എഴുതി വെച്ചേ? അത് ഞാൻ ചിന്നുന്റെ കോപ്പി അടിച്ചതാ. ഫസ്റ്റ് നിന്നെ പോലെ തന്നെയല്ലേ നിന്റെ കൂട്ടുകാരും? നക്കി നോക്കിയാ മതി അമ്മേ. ഉപ്പാണെങ്കിൽ കടൽപ്പാമ്പായിരിക്കും. ശരിയാണല്ലോ. എന്ത് ശരി? ശരിയല്ലേ? പറയാൻ അറിയില്ലെങ്കിലും തർക്കുത്തരം പറയാൻ അറിയാം രണ്ടിനും. നീട്ടടി കൈ. കഴിഞ്ഞിട്ട് വേണ്ട, പിന്നെ വാങ്ങിച്ചോളാം. കൈ നീട്ടാണ്. മുഴുവൻ കാണാൻ പഠിക്കണം, മനസ്സിലായോ? പൊടിമോളെ വാ, നമുക്കൊരു ഫോട്ടോ എടുക്കാം.